നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌൺ ആയ നാളുകൾക്ക് ശേഷം ജനജീവിതം സാധാരണ നിലയിലായെങ്കിലും മുന്നറിയിപ്പുകളോട് മുഖം തിരിക്കേണ്ടെന്ന് അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ്. റെസ്റ്റോറന്റുകൾ, വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ, ഉല്ലാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പോകുമ്പോൾ ഭീഷണി ഒഴിഞ്ഞിട്ടില്ലെന്ന തിരിച്ചറിവും ഉണ്ടാകണം. അശ്രദ്ധ രോഗസാധ്യത വർദ്ധിപ്പിക്കും. ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടിയും വരും. റെസ്റ്റോറന്റുകളിലടക്കം ഉൾക്കൊള്ളാവുന്നതിന്റെ 50% പേർക്കാണ് പ്രവേശനമെന്നിരിക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോകണം. 60 വയസ്സ് കഴിഞ്ഞവർ, 12 വയസ്സിൽ താഴെയുള്ളവർ, രോഗങ്ങളുള്ളവർ എന്നിവരെ കഴിയുന്നതും പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോകരുത്. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയും പ്രവർത്തിച്ചു തുടങ്ങും. അതായത് അകലം പാലിക്കാൻ സന്ദർശകരും ജീവനക്കാരും ശ്രദ്ധിക്കണം എന്ന് മാത്രം. മേശകൾ തമ്മിൽ 2 മീറ്റർ അകലമുണ്ടാകണം. സന്ദർശകരുടെയും ജീവനക്കാരുടെയും ശരീരോഷ്മാവ് പരിശോധിക്കണം. 37.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണെങ്കിൽ പ്രവേശനം അനുവദിക്കില്ല. മാസ്ക് നിർബന്ധമാണെങ്കിലും സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാറ്റാവുന്നതുമാണ്. ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് ഭദ്രമായി ബാഗിൽ സൂക്ഷിക്കണം. മേശപ്പുറത്തോ സീറ്റുകളിലോ വയ്ക്കരുത്. ഒരു തവണ മാത്രം ഉപയോഗിക്കാവുന്ന, അതായത് ഡിസ്പോസിബിൾ പാത്രങ്ങളിലാണ് ഭക്ഷണം വിളമ്പേണ്ടത്. കഴിക്കാനുള്ള സ്പൂണുകൾക്കും മറ്റും ഇത് ബാധകമായിരിക്കും. ബുഫേ, ശീശ എന്നിവ അനുവദിക്കുകയും ചെയ്യില്ല. ഏറെ നാളുകൾക്ക് ശേഷം തുറന്ന ജിംനേഷ്യത്തിലും മറ്റ് വ്യായാമ കേന്ദ്രങ്ങളിലും മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം പോകുന്നതാണ് സുരക്ഷിതമെന്നാണ് പറയുന്നത്. വിയർപ്പ് തുടയ്ക്കാനുള്ള ടവൽ കൊണ്ടുപോവുകയും ചെയ്യണം. കുടിക്കാനുള്ള വെള്ളവും കരുതണം. അനുവദിക്കപ്പെട്ട സമയത്ത് തന്നെ എത്തി ശരീരോഷ്മാവ് പരിശോധിച്ച് അകത്ത് കയറാവുന്നതുമാണ്. ചുമ, പനി, ശ്വാസതടസ്സം, പകർച്ചവ്യാധി എന്നിവയുള്ളവർ ഒരു കാരണവശാലും ജിം സന്ദർശിക്കരുത്. വ്യായാമം ചെയ്തു തുടങ്ങുമ്പോൾ മാസ്ക് മാറ്റാവുന്നതുമാണ്. മടങ്ങുമ്പോൾ മാസ്ക് ധരിക്കാൻ മറക്കരുത്. മുൻകരുതലുകളുടെ ഭാഗമായി ജിംനേഷ്യത്തിലെ എല്ലാ ഉപകരണങ്ങളും വ്യായാമത്തിന് ലഭ്യമാകണമെന്നില്ല. വ്യായാമം ചെയ്യുന്നവർ 2 മീറ്റർ അകലം കൃത്യമായി പാലിച്ചിരിക്കണം. ഓരോരുത്തരുടെയും വ്യായാമത്തിന് ശേഷം ഉപകരണം ആന്റി ബാക്ടീരിയൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടയ്ക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഇത് ജിംനേഷ്യത്തിൽ ഉണ്ടാകുകയും ചെയ്യും. 15 തുടങ്ങി 30 മിനിറ്റ് ഇടവേളകളിൽ ജിംനേഷ്യത്തിന്റെ തറകൾ, ഭിത്തി, ഉപകരണങ്ങൾ എന്നിവ അണുവിമുക്തമാക്കണം. അതോടൊപ്പം തന്നെ സിനിമാശാലകൾ പ്രവർത്തിച്ചു തുടങ്ങും. ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. തിയേറ്ററിൽ ചെല്ലുമ്പോഴും ഇരിക്കുമ്പോഴും 2 മീറ്റർ അകലം ഉറപ്പാക്കുകയും വേണം. ഇരിപ്പിടങ്ങൾ ഇതിനായി പുനഃക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജീവനക്കാരും സന്ദർശകരും മാസ്കും എല്ലാ സമയത്തും ഗ്ലൗസും ധരിക്കണം. 60 വയസ്സ് കഴിഞ്ഞവർ, 12 വയസ്സ് താഴെയുള്ളവർ എന്നിവർക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല. കുടുംബാംഗങ്ങളാണെങ്കിൽ പരമാവധി 4 പേരെ ഒരുമിച്ചിരിക്കാൻ അനുവദിക്കുകയും ചെയ്യും. ആളുകൾ ഇരിക്കുന്നതിന്റെ മുൻപിൻ നിരകളിലെ സീറ്റുകൾ ഒഴിച്ചിടണമെന്നാണ് നിയമം. ഭക്ഷ്യസാധനങ്ങളും പാനീയങ്ങളും ഒരു തവണ ഉപയോഗിച്ച് കളയാവുന്ന പാത്രങ്ങളിലും കപ്പുകളിലുമാണ് നൽകേണ്ടത്. ഡ്രൈവ്-ഇൻ സിനിമകളിൽ എത്തുന്നവർ ശൗചാലയങ്ങളിൽ പോകുന്നതിനൊഴികെ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങരുത്. ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയും പ്രവർത്തിച്ചു തുടങ്ങും. ഇതിനായി ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലും പ്രവേശനം അനുവദിച്ചെങ്കിലും മുൻകൂട്ടി ബുക്ക് ചെയ്യണം. മാസ്ക്, ഗ്ലൗസ് എന്നിവ നിർബന്ധമാണ്. രോഗികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ബോർഡുകളിലും മറ്റും പ്രദർശിപ്പിക്കണം. റിസപ്ഷൻ, എലിവേറ്ററുകൾ, ശസ്ത്രക്രിയാ മുറികൾ തുടങ്ങിയ ഇടയ്ക്കിടെ അണുവിമുക്തമാക്കണം. ENT, ദന്തൽ ചികിത്സയിലാണെങ്കിൽ ഓരോ രോഗിയും ഇറങ്ങിയ ശേഷം അണുവിമുക്തമാക്കണം. ഒരാൾ ഇറങ്ങിയ ശേഷം 20 മിനിറ്റ് കഴിഞ്ഞേ അടുത്തയാൾക്ക് കയറാനാകൂ. ഏറ്റവും എളുപ്പമുള്ള ടെലിമെഡിസിൻ സേവനം ഉപയോഗപ്പെടുത്താം. തുടർ പരിശോധനകൾ നടത്തേണ്ടവർ, പതിവായി കാണുന്ന ഡോക്ടറുമായി കൂടിക്കാഴ്ച നടത്തേണ്ടവർ, സാധാരണ രോഗമുള്ളവർ എന്നിവർക്ക് ഏറ്റവും സൗകര്യമാണിത്. ആവശ്യമുള്ളവർക്ക് വീടുകളിൽ സേവനം ലഭ്യമാക്കാനും മരുന്നുകൾ എത്തിക്കാനും സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.